Hello everyone, welcome to Maths with Deepak Krishna. നമ്മൾ ഇന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ പാർട്ട് നമ്പർ 4 കോയിൻ ബേസ്ഡ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 3 പാർട്ട് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം 4th പാർട്ട് വീഡിയോ കാണുക. അതോടൊപ്പം എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കോയിൻ ബേസ്ഡ് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് ₹410 ഇൻ ദ ഫോം ഓഫ് ₹5, ₹2 ആൻഡ് ₹1 കോയിൻസ്. അതായത് നമ്മുടെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്ത് 5 രൂപയുടെ കോയിൻ ഉണ്ട്, 2 രൂപയുടെ കോയിൻ ഉണ്ട്, 1 രൂപയുടെ കോയിൻ ഉണ്ട്. ആ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ, നമ്പർ ഓഫ് കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ 4:6:9 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ₹2 കോയിൻ. ഇനി ഈ കോയിൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ പൈസയുടെ വാല്യൂ, മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ എത്ര രൂപയാണുള്ളത്? ₹410 ആണ് ഉള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കോയിൻസ് ഉണ്ട്? ₹5 കോയിൻ ഉണ്ട്. ഓക്കെ, ₹5 കോയിൻ ഉണ്ട്. പിന്നെ ഏതുണ്ട്? 2 രൂപയുടെ കോയിൻ ഉണ്ട്. പിന്നെ 1 രൂപയുടെ കോയിനും ഉണ്ട്. ഈ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ, അതായത് നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ, ഓക്കെ, നമ്പർ ഓഫ് കോയിൻസ്, നമ്പേഴ്സിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 4:6:9. ഓക്കെ, ഇവരുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാം കൂടെ എണ്ണിക്കഴിഞ്ഞാൽ ₹410 ആയിരിക്കും. ഇനി നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഒരു റേഷ്യോയും കൂടെ നമ്മൾ എഴുതണം. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് വാല്യൂ റേഷ്യോ. അതായത് ഇപ്പം വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് 5 രൂപയുടെ കോയിൻ എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. ഓക്കെ, 4 എണ്ണം ഉണ്ടെന്ന് വെക്കുക. ശരിക്കും 4 എണ്ണം അല്ല, 4 യൂണിറ്റ്സ് ആണ്. ഇനിയിപ്പോൾ 4 എണ്ണേ ഉള്ളൂ എങ്കിൽ എത്ര രൂപയായിരിക്കും അത് കറസ്പോണ്ട് ചെയ്യുന്നത്? എത്രയായിരിക്കും? 4 കോയിൻസ് ഉണ്ട്, 5 രൂപയുടെ കോയിനാണ്. സോ 5 × 4 ₹20 ആയിരിക്കും. നിങ്ങളിങ്ങനെ ഓർത്താൽ പോരെ. നമ്മുടെ കയ്യിൽ 5 രൂപയുടെ 4 കോയിൻസ് ഉണ്ട്, 4 തൊട്ടുണ്ട്. എല്ലാം കൂടെ എണ്ണിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഒരെണ്ണം എടുക്കുമ്പോൾ 5, ഒന്നുകൂടെ എടുത്താൽ 10, പിന്നെ എത്ര? 15, 20. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് ഇസ് ₹20 ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, 20. ഇനി അതേപോലെ ₹2 നോക്കിക്കഴിഞ്ഞാൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര രൂപയായിരിക്കും വരുന്നത്? 6 × 2 ₹12 ആയിരിക്കും. അപ്പോൾ 12. 1 രൂപയുടെ ആണെങ്കിൽ 9 കോയിൻ ഉണ്ട്. അപ്പോൾ എത്ര രൂപയായിരിക്കും? 9 × 1 9. അപ്പോൾ ഇത് ജസ്റ്റ് സിംപ്ലി മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിലും എപ്പോഴും ഇവിടെയുള്ള എത്ര രൂപയാണ് എന്നും കൂടെ നോക്കണം. അപ്പോൾ 50 പൈസ ആണെങ്കിൽ 50 പൈസയുടെ 9 കോയിൻ ആണെങ്കിൽ ഇങ്ങനെയല്ല വരുന്നത്, ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ ആ വാല്യൂ എത്രയാണെന്നും കൂടെ നോക്കണം. അപ്പോൾ 9 × 1 9. ഇവരുടെ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 20:12:9. ഓക്കെ, ഇനി ഈ വാല്യൂ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 410. അതായത് ഇത് ഇത്രയും കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു ₹410. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20, 32 + 9 41. സോ 41 യൂണിറ്റ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു ₹410. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 410 / 41. അത് എത്ര വരും? 10 എന്ന് വരും. സോ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ₹10 എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള, അതായത് 1 റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ₹2 കോയിൻ. ₹2 കോയിൻ്റെ എണ്ണം എത്രയാണെന്നാണ്. എണ്ണം എത്രയാണ്? ഇറ്റ് ഇസ് 6 യൂണിറ്റ്സ് ആണ്, 6 റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇതാണ് 6 റേഷ്യോ. സോ ആൻസർ എത്ര വരും? 6 യൂണിറ്റ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു 10 × 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ 60 ₹2 കോയിൻ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എത്ര ₹1 കോയിൻ ഉണ്ട്? എത്രയായിരിക്കും? 9 യൂണിറ്റ്സ്, 90 ആയിരിക്കും ₹1 കോയിൻ്റെ. ₹5 കോയിൻ എത്ര ആണെന്ന് ചോദിച്ചാൽ 4 യൂണിറ്റ്സ് ആണ്. സോ 4 × 10 40. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എത്രയാണെന്ന് ചോദിക്കാം. മൊത്തത്തിൽ എത്ര കോയിൻസ് ഉണ്ട് എല്ലാം കൂടെയും കൂട്ടിയാൽ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 6 + 4 10, 10 + 9 19. അതായത് 19 യൂണിറ്റ്സ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്. അപ്പോൾ എത്രയായിരിക്കും? 19 × 10 ദാറ്റ് ഇസ് 190. അപ്പോൾ ടോട്ടൽ 190 കോയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും അതിനനുസരിച്ച് ചെയ്യാം. ഇതാണ് അതിൻ്റെ മെത്തേഡ്. നമ്പർ ഓഫ് കോയിൻസും എഴുതുക, വാല്യൂവിൻ്റെ റേഷ്യോ നമ്മൾ എഴുതുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ അത് എന്താണ് കറസ്പോണ്ട്സ് ടു ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് എണ്ണാണോ ചോദിച്ചത്, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ്, എന്താണ് ചോദിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. എ ബാഗ് കണ്ടെയ്ൻസ് ₹1,
50 paise and 25 paise in the ratio 2:3:5. അതായത് അവരുടെ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോസ് ആണ് 2:3:5. ഇഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദീസ് കോയിൻസ് ഇസ് 228 rupees, then the number of 50 paise coin in that bag. അപ്പോൾ എങ്ങനെ കാണാം? ആദ്യം നമുക്ക് ഏതൊക്കെ കോയിൻ ഉണ്ടെന്ന് നോക്കാം. 1 rupee കോയിൻ ഉണ്ട്, 50 പൈസയുടെ കോയിൻ ഉണ്ട്, അതോടൊപ്പം 25 പൈസയുടെ കോയിനും ഉണ്ട്. ഇവരുടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ, നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3:5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂൻ്റെ റേഷ്യോ എഴുതുക. സോ വാല്യൂ എന്തായിരിക്കും? വാല്യൂ രണ്ടെണ്ണം, 1 രൂപയുടെ 2 കോയിൻ ഉണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും? 2 രൂപയായിരിക്കും. സോ ഇറ്റ് ഇസ് 2. ഇനി 50 പൈസയുടെ 3 എണ്ണം ഉണ്ട്, 3 കോയിൻസ് 50 പൈസയുടെ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? എത്ര രൂപയായിരിക്കും? നിങ്ങൾ നോക്കിയേ, ഇതാ 50 പൈസയുടെ ഒരു കോയിൻ, പിന്നെ ഒരു 50 പൈസയുടെ ഒരു കോയിൻ, പിന്നെ ഒരു 50 പൈസയുടെ ഒരു കോയിൻ. 50 പൈസ 50 പൈസയും കൂടെയും കൂട്ടിയാൽ 1 രൂപ, 1 രൂപ 50 പൈസയും കൂടെയും കൂട്ടിയാൽ 1.5 രൂപ. അതായത് 1.5 rupees ആയിരിക്കും 3 50 പൈസ കോയിൻ ചേർന്നാൽ വരുന്നത്. സോ ഇറ്റ് ഇസ് 1.5. ഓക്കെ, 1.5. 1.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3/2 എന്ന് എഴുതാം. സോ ഞാൻ ഇപ്പോൾ 1.5 എന്ന് എഴുതി. ഇനി 25 പൈസയുടെ 4 കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോയിൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 25 പൈസയുടെ 4 കോയിൻ ചേർന്നാൽ 1 രൂപ, പിന്നെ ഒരു കോയിനും കൂടെ ഉണ്ട്, അപ്പോൾ 1 രൂപ 25 പൈസ ആയിരിക്കും. സോ ഇറ്റ് ഈസ് 1.25 ആയിരിക്കും. ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ 50 പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ റുപ്പീസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 50 പൈസ കറസ്പോണ്ട്സ് ടു എത്ര രൂപയാണ്? 50 പൈസ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട്സ് ടു എത്ര രൂപയാണ്? ½ rupees ആണ്, 1/2 rupees ആണ് അല്ലേ? ഇറ്റ് ഈസ് 1/2 rupees. 25 പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 25 പൈസ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട്സ് ടു 1/4 rupees ആയിരിക്കും. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 എന്നാണ് അല്ലേ? 0.25 rupees ആണ് 25 പൈസ എന്ന് പറയുന്നത്. അപ്പോൾ 50 പൈസയുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റു 1/2 ചെയ്താൽ മതി. 25 പൈസയുടെ ആണെങ്കിൽ ഇൻറ്റു 1/4. ഇപ്പോൾ 1 rupee ആയിരുന്നെങ്കിൽ 1 rupeesൻ്റെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 1 ആണ്. അത് തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത്. ഇപ്പം 2 × 1. ഇനി ഇവിടെ 50 പൈസയുടെ ആണെങ്കിൽ 3 × 1/2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3/2. 3/2 എന്ന് പറയുന്നതാണ് 1.5. ഇനി 5ൻ്റെ ആണെങ്കിൽ 5 × 25 പൈസയാണ്. സോ 5 × 1/4 ചെയ്താൽ മതി. 5/4. 5/4 എന്ന് പറഞ്ഞാൽ 1.25. അപ്പോൾ നമുക്ക് റേഷ്യോ ആണെങ്കിൽ അങ്ങനെ എഴുതാം. ഞാനിപ്പം ഇത് മാറ്റിയിട്ട് ആ രീതിയിൽ എഴുതാം. ഓക്കെ, ആ രീതിയിൽ എഴുതുമ്പോഴത്തേക്കും ഇവിടെ എത്രയാണ്? 2 ആണ്. ഇവിടെ എത്രയാണ്? 3/2 ആണ്. ഇവിടെ എത്രയാണ്? 5/4. ഇനി നമുക്ക് ഈ റേഷ്യോൻ്റെ ഫ്രാക്ഷൻ മാറ്റണമെങ്കിൽ ഇവിടെ 5/4 ആണ്, ഇവിടെ 3/2 ആണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ മാറ്റണമെങ്കിൽ ഇവരുടെ ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കുക. 2ഉം 4ൻ്റെ LCM 4 ആണ്. അപ്പോൾ 4 വെച്ച് ത്രൂ ഔട്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഫ്രാക്ഷൻ മാറിക്കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റേഷ്യോസ് നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതിയ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ കറസ്പോണ്ട് ചെയ്തിട്ടാണ്. കാരണം അതിൻ്റെ റെഫറൻസിലാണ് നമ്മൾ ഈ വാല്യൂൻ്റെ റേഷ്യോ എഴുതിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ത്രൂ ഔട്ട് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സെയിം നമ്പർ വെച്ച് നമ്പർ ഓഫ് കോയിൻസിലും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇത് രണ്ടും ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇതിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 4 വെച്ച് ഇവിടെ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 4 4. ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 4 വെച്ച് ചെയ്യണം. ഇപ്പം നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോയും മാറി. എന്ന് വെച്ചാൽ സിംപ്ലിഫൈഡ് റേഷ്യോ മാറിയിട്ടില്ല, അതിൻ്റെ ആ ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് മാറി. കാരണം ഇതിൻ്റെ സിംപ്ലിഫൈഡ് 2:3:5 തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ 4 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇവിടെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ വെച്ച് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം റേഷ്യോ എന്തായി? ഇറ്റ് ഈസ് ഇവിടുത്തെ വാല്യൂൻ്റെ റേഷ്യോ 8:, ഇവിടെ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2, 6:5. 8:6:5 എന്ന് പറയുന്നതാണ് വാല്യൂൻ്റെ റേഷ്യോ. നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ ഇപ്പോൾ എന്തായി? ഇവിടെ നമ്പർ ഓഫ് കോയിൻസിൻ്റെത് ഇവിടെ 2 × 4 8 ആണ്, 4 × 3 12 ആണ്, 5 × 4 20 ആണ്. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കോയിൻസ്, 8:12:20. ഓക്കെ, ഇനി ഇവരുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഇറ്റ് ഇസ് 228 rupees. ദാറ്റ് മീൻസ് 8 + 6 14, 14 + 5 19. സോ 19 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 19 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു എത്രയാണ്? 228 rupees. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 19ൽ 1 38, ദാറ്റ് ഇസ് 2.
സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 റുപ്പീസാണ്. നമുക്ക് വേണ്ടത് എത്രയാണ്? വേണ്ടത് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസെ കോയിൻസ്. 50 പൈസെ കോയിൻസിൻ്റെ എണ്ണം എത്രയാണ്? ഇറ്റ് ഇസ് 12 ആണ്. 12 യൂണിറ്റ്സ് ആണ്. 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എടുക്കല്ല, ഇറ്റ് ഈസ് 12 യൂണിറ്റ്സ്. അപ്പോൾ 12 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? സോ 12 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 12 ഇൻറ്റു, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 രൂപയാണ്. സോ 12 ഇൻറ്റു 12 സ്ക്വയർ, ദാറ്റ് ഈസ് 144. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 144 50 പൈസെ കോയിൻസ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് 25 പൈസെ കോയിൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ 20 യൂണിറ്റ്സ് ആയിരിക്കും. 12 ഇൻറ്റു 20, 240. 1 റുപ്പി കോയിൻ്റെ ആണെങ്കിൽ 8 യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ എത്രയാണ്? 8 ഇൻറ്റു 12, ദാറ്റ് ഈസ് 96. ഓക്കെ, ടോട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്താൽ മതി. 8 + 12, 20, 20 + 20, 40 യൂണിറ്റ്സ് ആയിരിക്കും. 40 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 12, ദാറ്റ് ഈസ് 480. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിതയ ഓപ്പൺഡ് ഹെർ പിക്കി ബാങ്ക് ആൻഡ് ഫൗണ്ട് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻസ് ₹1, ₹2 and ₹5 and ₹10 in the ratio 10:5:2:1. If there are 72 coins in all, then how much money was there in the picky bank in the form of coins? അപ്പോൾ ഇവിടെ എത്ര കോയിൻസ് ഉണ്ട്? ₹1ൻ്റെ ഉണ്ട്, 1 റുപ്പി ഉണ്ട്, 2 റുപ്പി ഉണ്ട്, 5 രൂപയുടെ കോയിൻ ഉണ്ട്, 10 രൂപയുടെ കോയിനും ഉണ്ട്. ഇവരുടെ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ 10:5:2:1. ഇതാണ് നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ. ഇനി ഇത് ഇവരുടെ വാല്യൂ റേഷ്യോ എത്രയായിരിക്കും? 10 കോയിൻ ഉണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും? 1 രൂപയുടെ 10 ഉണ്ടെങ്കിൽ 10 രൂപയായിരിക്കും. സോ ഇറ്റ് ഇസ് 10. 5ൻ്റെ ആകുമ്പോഴത്തേക്കും 5 ഇൻറ്റു 2, ദാറ്റ് ഈസ് 10. ഇവിടെ എത്രയാണ്? 5 രൂപയുടെ 2 കോയിൻസ് എന്ന് പറഞ്ഞാൽ 10 രൂപ. 10 രൂപയുടെ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ 10. സോ 10:10:10:10. ഇതിനെ 1:1 ഡിവൈഡ് ബൈ 10, ഇതെല്ലാം കൂടി ഇങ്ങനെ ക്യാൻസൽ നമുക്ക് ചെയ്താൽ ഇതെന്താണ്? 1:1:1 എന്ന് വരും. പക്ഷെ അങ്ങനെ ക്യാൻസൽ ചെയ്യരുത്. ക്യാൻസൽ ഇവിടെ ചെയ്യുകയാണെങ്കിൽ അതേ ഓപ്പറേഷൻ ഇവിടെയും ചെയ്യണം. കാരണം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ എണ്ണം നോക്കുക. ഇഫ് ദർ ആർ 72 കോയിൻസ് ഇൻ ഓൾ, മൊത്തം എത്രയുണ്ട്? 72 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എണ്ണിയാൽ 10, 17, 18. അപ്പോൾ 18 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു എത്രയാണ്? ഇറ്റ് ഈസ് റുപ്പീസ് അല്ല, 18 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 72 കോയിൻസ് ആണ്. ഓക്കെ, 72. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു, ഇത് 18ൽ നമുക്ക് 4 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 4. ചോദിച്ചിട്ടുള്ള എന്താണ്? ദെൻ ഹൗ മച്ച് മണി വാസ് ദെയർ ഇൻ ഹെർ പിക്കി ബാങ്ക്. എത്ര രൂപ ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ വാല്യൂവിൻ്റെ സം എടുക്കുക. 10 + 10 + 10 + 10 40. 40 യൂണിറ്റ്സ് ആണ് വാല്യൂ. സോ 40 യൂണിറ്റ്സ് എത്രയായിരിക്കും? കറസ്പോണ്ട്സ് ടു 40 ഇൻറ്റു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 160. സോ 160 റുപ്പീസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വാല്യൂവിൻ്റെ റേഷ്യോസ് തരാം. അങ്ങനെയാണെങ്കിൽ വാല്യൂവിൻ്റെ റേഷ്യോ ഉണ്ട്. നമുക്ക് കോയിൻസിൻ്റെ ഏതൊക്കെയാണ് കോയിൻ എന്നേം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, കൂടുതലും നമുക്ക് എണ്ണത്തിൻ്റെ ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. A, B and C have some coins. 7 times the coin of A is equal to 5 times coin of B, whereas 6 times the coin of B is equal to 11 times the coin of C. Then find the minimum number of coins A, B, C have. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. നമ്പർ ഓഫ് കോയിൻസ് 7 times of A is equal to 5 times of B. അതിനർത്ഥം എന്താണ്? 7 times of A is equal to 5 times of B. അപ്പോൾ നമുക്ക് A:B റേഷ്യോ എഴുതിക്കൂടെ? A:B എന്തായിരിക്കും? ഇറ്റ് ഇസ് 5:7. ഓക്കെ, കാണണമെങ്കിൽ എയുടെ കാണണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുക 5, ബിയുടെ കാണണമെങ്കിൽ ബിയുടെ മാറ്റുക 7. സോ 5:7. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് വേറെ 6 times of B is equal to 11 times of C. അപ്പോൾ അത് ചെയ്യുമ്പോൾ 6 times of B, 6 times of B is equal to 11 times of C. അപ്പോൾ B:C റേഷ്യോ എത്രയായിരിക്കും? B:C is equal to
11:6. ഓക്കെ, അപ്പോൾ 3 റേഷ്യോസ് നമുക്ക് എഴുതാം. A:B:C. ഫസ്റ്റ് ഉള്ളത് എന്താണ്? A:B ആണ് 5:7. രണ്ടാമത് B:C, ഇറ്റ് ഇസ് 11:6. റേഷ്യോസ് കമ്പൈൻ ചെയ്യാം. ഇത് നമ്പർ ഓഫ് കോയിൻസിൻ്റെ ആണ്. ഇവിടെ കോയിൻസിൻ്റെ എണ്ണം മാത്രമേ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളൂ. മിനിമം നമ്പർ ഓഫ് കോയിൻസ് ABC ഹാവ്, അതായത് A+B+C എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം നമ്പർ എത്ര എണ്ണം വരാം. ഇനി കമ്പൈനിങ് റേഷ്യോസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ഇവിടെ നമുക്ക് B ആണ് കോമൺ. സോ ഫസ്റ്റ് റോയിൽ വേക്കൻറ്റ് പ്ലേസിൽ ഇവിടെ 7 ഫില്ല് ചെയ്തു. ഇവിടെ സെക്കൻഡ് റോയിൽ B ആണ് കോമൺ, സോ 11 ഇവിടെ ഫില്ല് ചെയ്യും. സോ ഇറ്റ് ഇസ് 11. അപ്പോൾ എത്രയായി? റേഷ്യോ എന്ന് പറയുന്നത് കമ്പൈൻഡ് റേഷ്യോസ് 55:77:42. ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് കോയിൻസ്. അപ്പോൾ A+B+C ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 55 + 77 + 144. അപ്പോൾ എത്ര വരും? ഇത് 70, 120, 160, 160, 170, 174 വരും. സോ ഇറ്റ് ഇസ് 174 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. 174 യൂണിറ്റ്സ് അല്ലെങ്കിൽ 174 റേഷ്യോ. മിനിമം നമ്പർ ഓഫ് കോയിൻസ് എത്രയാണെന്നാണ്. അതായത് മിനിമം ഈ 1 റേഷ്യോ ഒരു യൂണിറ്റിന് വരാൻ പറ്റുന്ന എത്രയാണ്? നമ്പർ ഓഫ് കോയിൻസ് ആണ്. ഒരിക്കലും ഒരു കോയിനെ നമ്മൾ മുറിക്കത്തില്ല. ഇപ്പം ഇങ്ങനെ പറയില്ല, എ എന്ന് പറയുന്ന കോയിൻ 1.5 കോയിൻ ഉണ്ട് എന്ന് നമ്മൾ പറയില്ല. എണ്ണം ഒരിക്കലും പറയില്ല അല്ലേ? ഹോൾ നമ്പർ ആയിട്ടേ പറയും. ഇൻറ്റഗ്രൽ വാല്യൂ ആയിരിക്കും. അപ്പം മിനിമം വരാൻ പറ്റുന്ന എത്രയാണ്? 1 ആണ്. ഓക്കെ, മിനിമം ഒരു യൂണിറ്റ് ഒരെണ്ണമെങ്കിലും. സോ ഇറ്റ് ഇസ് 174 ആയിരിക്കും മിനിമം. സോ മിനിമം ഇസ് 174 കോയിൻസ്. സോ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് കുറച്ച് ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ മതി കോയിൻസിൻ്റെ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്പുമായിട്ട് വരാം. സോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മൾ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഓരോ വീഡിയോസും നമ്മൾ ഓരോ ടോപ്പിക്സും ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെർസെൻറ്റേജ് കാണാത്തവരാണെങ്കിൽ അതും കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ. ബൈ.